എല്ലാവരോടും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാൻ പോവുകയാണ്. എല്ലാത്തിനോടും ഗ്രാറ്റിറ്റ്യൂഡാണ്. നമുക്ക് ലൈഫിൽ കിട്ടിയ ഓരോ ഒന്നിനോടും ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോഴാണ് കൂടുതൽ ധനം അതുപോലെ എല്ലാതും നമ്മളിലേക്ക് തിരിച്ചു വരികയുള്ളൂ. ബ്ലോക്കേജസ് എല്ലാം മാറി ലൈഫ് ഭയങ്കര സ്മൂത്തായിട്ട് പോവുള്ളൂ. ഓക്കെ, സോ ആദ്യം പറയുന്നത്, ഞാൻ എപ്പോഴും സന്തോഷവാൻ അല്ലെങ്കിൽ സന്തോഷവതിയായിരിക്കുന്നു. ഞാൻ എപ്പോഴും സന്തോഷവാൻ അല്ലെങ്കിൽ സന്തോഷവതിയായി ഇരിക്കുന്നു. ഞാൻ എപ്പോഴും സന്തോഷവാൻ അല്ലെങ്കിൽ സന്തോഷവതിയായി ഇരിക്കുന്നു. 11 ടൈംസ് നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് പറയാം, നിങ്ങളുടെ ഇഷ്ടം പോലെ. ഓക്കെ, ഞാൻ എപ്പോഴും സുന്ദരിയാണ് അല്ലെങ്കിൽ സുന്ദരനാണെങ്കിൽ മെയിലാണെങ്കിൽ സുന്ദരനാണ്. ഞാൻ എപ്പോഴും സുന്ദരനാണ്. ഞാൻ എപ്പോഴും സുന്ദരനാണ്. ഞാൻ എപ്പോഴും സുന്ദരിയാണ്. ഞാൻ വളരെ സമ്പന്നനാണ്. ഞാൻ വളരെ സമ്പന്നയാണ് അല്ലെങ്കിൽ വളരെ സമ്പന്നനാണ്. നിങ്ങൾക്കതിനനുസരിച്ച് ജെൻഡർ മാറ്റാം. ഓക്കെ, ഞാൻ എപ്പോഴും സമാധാനത്തോടെ ഇരിക്കുന്നു. ഞാൻ എപ്പോഴും സമാധാനത്തോടെ ഇരിക്കുന്നു. ഞാൻ എപ്പോഴും സമാധാനത്തോടെ ഇരിക്കുന്നു. ഞാൻ ആത്മവിശ്വാസമുള്ള ആളാണ്. ഞാൻ ആത്മവിശ്വാസമുള്ള ആളാണ്. ഞാൻ ആത്മവിശ്വാസമുള്ള ആളാണ്. ഞാൻ എവിടേക്കോ പോകുന്നുവോ അവിടെയുള്ളവർ എല്ലാം എന്നെ വളരെയധികം സ്നേഹിക്കുന്നവരെ മാത്രം ഞാൻ കാണുന്നു. ഞാൻ എവിടേക്കോ പോകുമ്പോൾ അവിടെയുള്ളവരെല്ലാം എന്നെ വളരെയധികം സ്നേഹിക്കുന്നവരെ മാത്രം ഞാൻ കാണുന്നു. ഞാൻ എവിടേക്കോ പോകുന്നു അവിടെയുള്ളവരെല്ലാം എന്നെ വളരെയധികം സ്നേഹിക്കുന്നവരെ മാത്രം ഞാൻ കാണുന്നു. എനിക്ക് ചുറ്റും എന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നവരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എനിക്ക് ചുറ്റും എന്നെ സ്നേഹിക്കുന്നവയും ബഹുമാനിക്കുകയും ആദരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നവരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എനിക്ക് ചുറ്റും എന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നവരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഞാൻ ഈ പ്രപഞ്ചത്തിൽ വെച്ച് ഏറ്റവും മികച്ച വ്യക്തിയാണ്. ഞാൻ ഈ പ്രപഞ്ചത്തിൽ വെച്ച് ഏറ്റവും മികച്ച വ്യക്തിയാണ്. ഞാൻ ഈ പ്രപഞ്ചത്തിൽ വെച്ച് ഏറ്റവും മികച്ച വ്യക്തിയാണ്. ഞാൻ സദാ സാമ്പത്തിക ഭദ്രത അനുഭവിക്കുന്ന വ്യക്തിയാണ്. ഞാൻ സദാ സാമ്പത്തിക ഭദ്രത അനുഭവിക്കുന്ന വ്യക്തിയാണ്. ഞാൻ സദാ സാമ്പത്തിക ഭദ്രത അനുഭവിക്കുന്ന വ്യക്തിയാണ്. എൻ്റെ ശരീരം സദാ പരിപൂർണ ആരോഗ്യത്തോടെ ഇരിക്കുന്നു. എൻ്റെ ശരീരം സദാ പരിപൂർണ ആരോഗ്യത്തോടെ ഇരിക്കുന്നു. എൻ്റെ ശരീരം സദാ പരിപൂർണ ആരോഗ്യത്തോടെ ഇരിക്കുന്നു. എൻ്റെ ബാങ്ക് ബാലൻസ് ദിവസം തോറും വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു. എൻ്റെ ബാങ്ക് ബാലൻസ് ദിവസം തോറും വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു. എൻ്റെ ബാങ്ക് ബാലൻസ് ദിവസം തോറും വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു. എല്ലാ ദിവസവും എല്ലാവരും എന്നെ ഉയർച്ചയിലേക്ക് നയിക്കുന്നു. എല്ലാ ദിവസവും എല്ലാവരും എന്നെ ഉയർച്ചയിലേക്ക് നയിക്കുന്നു. എല്ലാ ദിവസവും എല്ലാവരും എന്നെ ഉയർച്ചയിലേക്ക് നയിക്കുന്നു. എന്നിലേക്ക് പണവും പുതിയ അവസരങ്ങളും ഒഴുകിക്കൊണ്ടിരിക്കുന്നതിൽ ഞാൻ സദാ സന്തോഷവതിയാണ്. നന്ദിയും ഉള്ളവളാണ്. എന്നിലേക്ക് പണവും പുതിയ അവസരങ്ങളും ഒഴുകിക്കൊണ്ടിരിക്കുന്നതിൽ ഞാൻ സദാ സന്തോഷവതിയും നന്ദിയും ഉള്ളവളാണ് അല്ലെങ്കിൽ നന്ദിയുള്ളവനാണ് എന്ന് പറയാം. എന്നിലേക്ക് പണവും പുതിയ അവസരങ്ങളും ഒഴുകിക്കൊണ്ടിരിക്കുന്നതിൽ ഞാൻ സദാ സന്തോഷവതിയും നന്ദിയുള്ളവയുമാണ്. എൻ്റെ മനസ്സ് സമ്പത്തിനെയും അഭിവൃദ്ധിയെയും ആകർഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാന്തമാണ്. മണി മാഗ്നറ്റ് ആണെന്നാണ് പറയുന്നത്. എൻ്റെ മനസ്സ് സമ്പത്തിനെയും അഭിവൃദ്ധിയെയും ആകർഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാന്തമാണ്. എൻ്റെ മനസ്സ് സമ്പത്തിനെയും അഭിവൃദ്ധിയെയും ആകർഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാന്തമാണ്. ഓക്കെ, സോ ഇതാണ് അഫോർമേഷൻസ്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഏതെങ്കിലും അഫോർമേഷൻസ് എടുത്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പറയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഫ്രീ ആകുമ്പോഴൊക്കെ കേൾക്കാം. വെറുതെ ഇരിക്കുമ്പോഴൊക്കെ അഫോർമേഷൻസ് കേട്ടുകൊണ്ടിരിക്കുക. ശരിക്കും ബ്രെയിനിനെ അതിങ്ങനെ റീപ്രോഗ്രാമിങ് ചെയ്യുകയാണ് ചെയ്യുക. അഫോർമേഷൻസ് ഒരു ദിവസം പറഞ്ഞുകൊണ്ട് മാറ്റം വരും എന്നല്ല, നിങ്ങളത് പറയുന്ന അനുസരിച്ച് അത് ഫീൽ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്കൊരു ആഗ്രഹമുണ്ട് കാറ് വാങ്ങണമെങ്കിൽ ആ കാറ് വാങ്ങി നിങ്ങൾ ഷെഡിൽ കൊണ്ടിട്ടുന്നതും നിങ്ങൾ ഓടിക്കുന്നതും ഫാമിലിയായിട്ട് ടൂറ് പോകുന്ന ആ സ്മെല്ല്, ആ ഒരു എന്താ പറയുക ടേസ്റ്റ്, മീൻസ് നമ്മൾ ആ വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്ന 5 സെൻസസ് അതിനെ പരിപൂർണമായിട്ട് കാണുമ്പോൾ അത് അട്രാക്റ്റ് ചെയ്ത് വരിക ചെയ്യാം. കൂടെ അഫോർമേഷൻസ് പറയുമ്പോൾ പെട്ടെന്ന് വരും. ഒരു എക്സാമ്പിളാണ് കാറിൻ്റെ കാര്യം പറഞ്ഞത്. ഇതുപോലെ ജോലി, റിലേഷൻഷിപ്പ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് മെൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഈ ഒരു അഫോർമേഷൻസ് ഡെയിലി കേൾക്കാം, കൂടെ പറയാം. രാവിലെയും വൈകുന്നേരം ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരാം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ. വേണ്ടാത്തിന് മാറ്റി നിർത്തി അഫോർമേഷൻസ് പറഞ്ഞ പോലെ
നല്ല വൈബ്രേഷൻ ഉള്ള ആൾക്കാർ മാത്രമായിട്ട് ഒരു സർക്കിൾസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. അത് നിങ്ങൾ കൂടുതൽ ഗ്രോത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുക. സോ ഈ ഒരു അഫോമേഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് 90 ദിവസം 90 ഡേയ്സ് കേൾക്കുമ്പോൾ നല്ല ചേഞ്ചസ് വരും, ബ്ലെസ്സിങ്സ് വരും. നിങ്ങളിത് ചെയ്തു നോക്കൂ. നിങ്ങൾക്ക് എന്തായാലും മാറ്റങ്ങൾ വരും. നിങ്ങൾക്ക് ഇതിന് താഴെ കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് വന്ന മാറ്റങ്ങൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്ത് ആയിട്ട്. ഓക്കെ, സോ താങ്ക് യു.